എൻ.കെ. പ്രേമചന്ദ്രൻ എം.പിയുടെ മകൻ കാർത്തിക് നിയമസഭയിലേക്ക് മത്സരിച്ചേക്കും. അച്ഛന്റെ രാഷ്ട്രീയം കണ്ടുവളർന്ന താൻ പാർട്ടിയെ അനുസരിക്കുമെന്നും സീറ്റ് കിട്ടിയാൽ മത്സരിക്കുമെന്നും കാർത്തിക് പ്രേമചന്ദ്രൻ ചില മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. മകൻ മത്സരിക്കുന്നതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് അച്ഛനും നിഷേധഭാവം കാട്ടിയിട്ടില്ലെന്നതും ശ്രദ്ധേയം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാർത്തിക് പ്രചാരണത്തിനിറങ്ങിയിരുന്നു. നീണ്ടകരയിൽ പ്രവർത്തിക്കാനായിരുന്നു നിർദ്ദേശം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചവറയിലും ഇരവിപുരത്തും പ്രവർത്തിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചതും താൻ അനുസരിച്ചതായി കാർത്തിക് പറയുന്നു. ആർ.എസ്.പി. നേതൃത്വം ആവശ്യപ്പെട്ടാൽ കാർത്തിക് പ്രേമചന്ദ്രൻ മത്സരിക്കാൻ തയ്യാറാണ്. ഇത് സംബന്ധിച്ച ചർച്ചകളൊന്നും നടന്നിട്ടില്ല. പിതാവിന്റെ രാഷ്ട്രീയ പ്രവർത്തനം കണ്ടാണ് താൻ വളർന്നതെന്ന് കാർത്തിക് പറയുന്നു. അച്ഛന് അന്നും ഇന്നും എന്നും വലുത് പാർട്ടി തന്നെയാണ്. അച്ഛനെപ്പോലെ എനിക്കും പാർട്ടിയാണ് വലുത്. നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ്. മൂന്നാം പിണറായി സർക്കാർ വരില്ലെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നും കാർത്തിക് പ്രേമചന്ദ്രൻ ഒരു ഓൺലൈൻ മാധ്യമത്തോട് പറഞ്ഞു. കൊല്ലം ടി.കെ.എം. എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബി.ടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസായ കാർത്തിക് ആസ്റ്റൺ സർവകലാശാലയിൽ നിന്ന് എം.ബി.എ. നേടി. കൊല്ലം ടി.കെ.എം. എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ് കാർത്തിക്. കൊല്ലത്ത് ആർ.എസ്.പിക്ക് മത്സരിക്കാൻ 3 സീറ്റ് കിട്ടിയേക്കും. ചവറയിൽ ഷിബു ബേബി ജോൺ തന്നെ മത്സരിക്കും. കുന്നത്തൂരിലും സീറ്റുണ്ട്. അത് പക്ഷേ സംവരണ സീറ്റാണ്. ഇരവിപുരം മണ്ഡലത്തിലാണ് കാർത്തിക്കിനെ പരിഗണിക്കാൻ സാധ്യത എന്നാണ് കേൾക്കുന്നത്. 2011-ൽ ലീഗിലെ പി.കെ. ബാവയെ തോൽപ്പിച്ച് നിയമസഭയിലെത്തിയത് എൽ.ഡി.എഫിലുണ്ടായിരുന്ന ആർ.എസ്.പി. നേതാവ് എ അസീസാണ്. 2016-ലും 2021-ലും സി.പി.ഐയുടെ എം നൌഷാദ് വിജയിച്ചു. ഇത്തവണ ഇരവിപുരം സീറ്റ് ലീഗ് ചോദിച്ചേക്കും. എന്നാൽ പ്രേമചന്ദ്രന്റെ മകന്റെ പേര് വന്നാൽ ലീഗ് അത്ര വലിയ സമ്മർദ്ദം ചെലുത്താനിടയില്ല. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും യു.ഡി.എഫിനൊപ്പമുള്ള ആർ.എസ്.പിക്ക് ആരെയും ജയിപ്പിക്കാനായിട്ടില്ല.